എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ ഒരവസരം കൂടെ ദാനമായി നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങളുടെ ആരാധനകളിൽ കടന്നു വന്നിരിക്കുന്ന മൂല്യച്യുതികളെ കുറിച്ച് ചിന്തിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ഞങ്ങളിലെ സ്വയത്തെ കണ്ടെത്തുവാനും തെറ്റുകൾ തിരുത്തുവാനും ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആരാധനയിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ ദർശിക്കുവാനും അവിടുന്ന് സഹായിച്ചാലും വചനം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കുന്ന ജനത്തെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ദൈവ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാധനകൾ ദൈവസന്നിധിയിൽ മനുഷ്യൻ അർപ്പിക്കുന്ന വഴിപാടാണ്. ദൈവം പ്രസാദിക്കുന്ന ആത്മീയ അനുഭവങ്ങളാണ്. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആരാധനകളിൽ അഥവാ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ആരാധനയിലൂടെ ദൈവത്തെ ദർശിക്കുവാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വാസ്തവമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തിരുത്തൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വേദി ഇല്ലാതെ പോയാൽ പിന്നെ തിരുത്തുവാൻ കഴിയാത്ത ഒരു ശ്മശാന ഭൂമിയായി ഈ ലോകം അവശേഷിക്കും എന്നുള്ളതാണ്. തിരുത്തലുകൾ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ തിരുത്തുവാനുള്ള ഒരു വേദിയാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ വളരുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. വളരുന്നവരെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വളരെ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് വീണ് കിടക്കുന്നവരെ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്ന് വീണ് കിടക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരുടെ ഒരു ലോകമാണ് നമ്മുടെ ഇന്നത്തെ ലോകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വീണ് കിടക്കുന്നവരിൽ പലരും എഴുന്നേൽക്കാത്തതിന് കാരണം
നിൽക്കുന്നവർ എന്ന് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് വിജയിച്ചവർ എന്ന് പറഞ്ഞ് നിൽക്കുന്നതായ ഒരു ജനസമൂഹമാണ്. അപ്പോൾ വീണവരെ എഴുന്നേൽക്കുവാൻ ആരെങ്കിലും ഒരു കൈ സഹായിച്ചാൽ അവർ എഴുന്നേൽക്കും. എഴുന്നേൽക്കുക മാത്രമല്ല, ജീവിത വിജയം കൈവരിക്കും, ജീവിത താളം കണ്ടെത്തുകയും ചെയ്യും. ഓരോ വ്യക്തിക്കും ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ എഴുന്നേൽക്കുവാൻ കഴിയുന്ന ഒരു ഇടമാണ് ദൈവിക ആരാധന ഇടം എന്ന് പറയുന്നത്. അപ്പോൾ വീണ് കിടക്കുന്നവരായി, അഥവാ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ദർശനം ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ്. അങ്ങനെ ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആരാധന ഇടങ്ങൾ തെറ്റുകൾ തിരുത്തുവാനുള്ള ഒരു ഇടവും വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു കൈ നൽകുന്നതായ സ്ഥലവും ആയി തീരുമ്പോഴാണ് ഇത് സ്വർഗീയ രാജ്യത്തിൻ്റെ പതിപ്പുകളായി മാറ്റപ്പെടുന്നത്. അങ്ങനെയുള്ള ആരാധനകളെയാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് കഴിയുന്നത്. പല ആവർത്തി ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനകളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചിന്തയെ അതേ വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി മറ്റൊരു തലത്തിലൂടെ നമ്മുടെ ചിന്തയെ പരിപോഷിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അനുഭവമാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അപ്പോൾ ആരാധനയിൽ നാം പ്രകടിപ്പിക്കുന്നതായ ഭക്തി, ഊർജ്ജസ്വലത, ആരാധനയുടെ സ്വതന്ത്ര ആവിഷ്കാരം എന്നിവ കൊണ്ടെല്ലാം തങ്ങളുടെ ആരാധന ശരി എന്ന് അവകാശപ്പെടുന്ന അഭിനവ ആരാധനകളുടെ മധ്യത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. അപ്പോൾ ആരാധനകളുടെ ആവിഷ്കാരം കൊണ്ടും വ്യക്തികേന്ദ്രിതമായ അനുഭവങ്ങൾ കൊണ്ടും, പ്രത്യേകിച്ച് ആരാധനയിലുള്ള നവമാധ്യമങ്ങളുടെ സ്വാധീനങ്ങൾ കൊണ്ടും തങ്ങളുടെ ആരാധനയാണ് ശരി എന്ന് അവകാശപ്പെടുന്നവരുടെ സമൂഹത്തിലാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, അവിടെയാണ് യേശു പറയുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ത് എന്നുള്ളത്. അപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നത് ബാഹ്യമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരിയായി ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവമാണ്. ഇന്ന് ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശക്തി പ്രാപിക്കുന്നു. അതിനെ പരിപോഷിപ്പിക്കുവാൻ ഇന്ന് ദൈവഭക്തർ എന്ന് അഭിമാനിക്കുന്ന ജനം ആഗ്രഹിക്കുന്നു. മനസ്സുകൊണ്ട് അവർ ദൈവത്തോട് അകന്നിരിക്കുന്നു. ഇന്ന് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ ആരാധന സമൂഹമായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന പ്രിയ ദൈവജനമേ, ഹൃദയംഗമായി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? നാം ഇന്ന് ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ട്. അനുഷ്ഠാനങ്ങൾ അണുവിടെ തെറ്റാതെ വളരെ ബാഹ്യമായ ഭക്തി പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നവരാണ്. എന്നാൽ ആത്മാവിലും സത്യത്തിലും ഈ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതിനാണ് ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ദൈവസന്നിധി വരെ എത്തുന്ന ഒരു ആത്മീയ അനുഭവമാണ് ആരാധന. അത് ഉപരിപ്ലവമായ ഒന്നല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുവാനുള്ളതല്ല, ശബ്ദ കോലാഹലങ്ങളല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല. അത് പുതിയ അഭിനവ
മാധ്യമങ്ങളുടെ അതിപ്രസരവുമല്ല. ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. ഈ ആരാധനയുടെ ആരംഭം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്നും ദൈവസന്നിധി വരെ എത്തുന്ന ഒരു ആത്മീയ അനുഭവമാകണം ആരാധന. പ്രിയമുള്ളവരെ, ആരാധന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത്. അത് സ്വർഗത്തോളം എത്തുന്ന ഒരു തീർത്ഥയാത്രയാണ്. ഈ ആരാധനയാണ് ആത്മാവിലും സത്യത്തിലും അലിഞ്ഞു ചേരുന്ന അനുഭവമായി ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ദൈവവുമായുള്ള ആധികാരികവും ആത്മാർത്ഥതയുമുള്ള ബന്ധത്തിലാണ് ഈ ആരാധന സാധ്യമാകുന്നത്. ഇത് നാം സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയെയോ ആചാര അനുഷ്ഠാനങ്ങളെയോ ബാഹ്യമായ പ്രകടനങ്ങളെയോ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതല്ല. മറിച്ച് ക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധത്തിൽ നമ്മിൽ പകരപ്പെടുന്ന ആത്മാവിൻ്റെ അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം, അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. വ്യക്തി കേന്ദ്രീകൃതമല്ല, അനുഷ്ഠാന ആചാരങ്ങളുമല്ല, ശബ്ദ കോലാഹലങ്ങളല്ല, പ്രകടമായ ഭാവങ്ങളല്ല. പിന്നെയോ ക്രിസ്തുവുമായുള്ള ഒരു ആത്മീയ ബന്ധം, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതിലൂടെ നമ്മിൽ പകരപ്പെടുന്ന ആത്മാവിൻ്റെ അനുഭവത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. ആ ഒരു ആരാധനയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ചിന്തകളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ദൈവമഹത്വം ദർശിക്കുന്ന ആരാധനയായിരിക്കണം. ദൈവമഹത്വം ആരാധനയിൽ ആരാധിക്കുവാനായി കടന്നു വരുന്ന ഹൃദയങ്ങളിൽ അനുഭവവേദ്യമാകുന്നുവെങ്കിൽ മാത്രമേ അത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് കഴിയും. അപ്പോൾ ആരാധനയിൽ ദൈവമഹത്വം ദർശിക്കുക എന്ന് പറഞ്ഞത് തികച്ചും ഒരു ആത്മീയ അനുഭവമാണ്. അലക്ഷ്യ മനോഭാവത്തോടുകൂടെയോ കൃത്യനിഷ്ഠതയില്ലാതെയോ മറ്റുള്ളവരെ അളക്കുവാനോ വിലയിരുത്തുവാനോ നാം ദൈവാലയത്തിൽ കടന്നു വരുന്നവരെങ്കിൽ എങ്ങനെ ഈ ആത്മീയ അനുഭവം അഥവാ ദൈവിക ദർശനം നമ്മുടെ ഹൃദയങ്ങളിൽ ലഭ്യമാകും? അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസ്ഥാനത്തിൽ കടന്നു വരുന്ന ജനം അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ ദർശിക്കുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുക്കത്തോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു വരണം. ഈ ഒരുക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതവും ദൈവവുമായുള്ള നമ്മുടെ ബന്ധവുമാണ്. ഈ ഒരു ബന്ധത്തിൽ നാം ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാം മണി നാദത്തിന് മുൻപേ നാം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കും. ഇത് ഞാൻ പറയുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഈ ആനാഗോഡ് ഇടവകയെ സംബന്ധിച്ച് പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, ഏകദേശം 6:30 മണിയാകുമ്പോൾ ഈ പള്ളിയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നവരുണ്ട്. എന്നാൽ 8 മണിക്ക് ആരാധന ആരംഭിക്കുമ്പോൾ 9 മണിക്ക് 9:30 കടന്നു വരുന്നവരുമുണ്ട്. ഇവർക്കെങ്ങനെ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിൽ പങ്കെടുത്ത് ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് കഴിയും? എങ്ങനെ ഹൃദയംഗമായി അനുതാപ ഹൃദയത്തോടും ഒരുക്കത്തോടും കൂടെ പ്രാർത്ഥനയോടും ആത്മഭാരത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും? ആരാധന ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്ന അനുഭവം. ആരാധനയുടെ ഒന്നാമത്തെ ഭാഗം ദൈവത്തെ മഹത്വീകരിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ സ്തോത്രം കരയറ്റുകയാണ്. ആ സമയത്ത് നമ്മിൽ പലരും യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ദൈവാലയത്തിന് പുറത്തായിരിക്കും. എന്നാൽ ദൈവത്തെ ദർശിക്കുവാനായി, ദൈവമഹത്വം ദർശിക്കുവാൻ ദൈവത്തെ ആരാധിക്കുന്നവർ
ആത്മഭാരത്തോടും ദൈവഭയത്തോടും ഒരുക്കത്തോടും ദൈവമേ അവിടുത്തെ ദിവ്യമായ ദർശനം എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടും കൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഈ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന് ലഭിക്കുന്ന ദൈവ മഹത്വത്തെ കുറിച്ചുള്ള ഒരു ദർശനമാണ്. അത് ഉസിയ രാജാവ് ഭരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. ഓരോ സാറാഫിനും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടേയിരുന്നു. അവർ ആർക്കുന്ന ശബ്ദം ആ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ അഥവാ അടിസ്ഥാനങ്ങൾ വരെ കുലുങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാധനയിൽ ആരാധകൻ ദർശിക്കുന്ന ആത്മീയ അനുഭവമാണ്. അവരാർക്കുന്ന ശബ്ദം ആലയത്തിന്റെ ഉമ്മരപ്പടികൾ വരെ കുലുങ്ങുമാർ ഉച്ചത്തിലാണ് അവർ ദൈവത്തോട് നിലവിളിക്കുന്നത്. നമ്മുടെ ആരാധനകളിൽ വളരെ ശക്തമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ആരാധിക്കുവാനായി കടന്നു വരുന്ന നാം എങ്ങനെയാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എല്ലാവരോടും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്, ഈ ജനം ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ച് പ്രാർത്ഥനകളിലൂടെ നാം ദൈവത്തെ മഹത്വീകരിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ അനുഗ്രഹങ്ങൾ നൽകുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവമാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ ദർശിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ എന്താണ് നാം ദർശിക്കുന്ന ദർശനങ്ങൾ? ഈ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഞായർ ഞാൻ പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. അതാണ് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകാതെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തയെ നയിക്കുന്നത്. അപ്പോൾ ഏകാഗ്ര ഹൃദയത്തോടും ആത്മഭാരത്തോടും കൂടെ വാസ്തവമായി ആരെല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിലേക്ക് കടന്നു വരുന്നുവോ അവരുടെ മനസ്സിൽ ഈ ദൈവത്തെ എനിക്കൊന്ന് കാണണം, ഈ ദൈവത്തെ എനിക്ക് ദർശിക്കണം, ആരാധനയിലൂടെ ഈ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധം എനിക്ക് പുലർത്തണം. ആ ഒരു അനുഭവമാണ് യെശയ്യാ പ്രവാചകന് ഈ ഒരു ദർശനം ലഭിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ആരാധനകളിൽ ഈ ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് ഉത്തരമെങ്കിൽ, പ്രിയമുള്ളവരെ, ആരാധനയുടെ ശുഷ്കതയല്ല, ആരാധിക്കുവാനായി കടന്നു വരുന്ന നമ്മുടെ മനസ്സിന്റെ ഒരുക്കമില്ലായ്മയാണ്. അത് ഏറ്റവും നല്ല ഉദാഹരണം ആലയത്തിലേക്ക് നമ്മുടെ കടന്നു വരുന്ന മനോഭാവങ്ങൾ മാത്രം നാം നോക്കിയാൽ മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ആരാധനയിൽ ദൈവിക മഹത്വം ദർശിച്ച യെശയ്യാ പ്രവാചകന് തോന്നിയ ഒരു ചിന്തയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരം ഉള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, ആരാധനയിൽ ദൈവത്തെ ദർശിക്കുമ്പോൾ ആരാധിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തെ അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്നെ ഒരു വിശുദ്ധനായി അവതരിപ്പിക്കുന്ന മനോഭാവങ്ങളാണ് നമ്മിൽ പലരുടെയും. എന്നാൽ യെശയ്യാ പ്രവാചകൻ ദൈവത്തെ ആരാധിച്ച് ദൈവിക ദർശനം ലഭിച്ചപ്പോൾ അവന് മനസ്സിലായത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. അതായത് അത് ആരാധനയിൽ സ്വയം കണ്ടെത്തുവാൻ ഉള്ള ഒരു മനോഭാവം. നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മെ മാറ്റിവെച്ച് മറ്റുള്ളവരിലേക്കാണോ നാം നോക്കുന്നത്? ആരാധനയിലൂടെ സ്വയത്തെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അങ്ങനെ ആരാധനയിലൂടെ സ്വയത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവന് മാത്രമേ ദൈവത്തെ ദർശിക്കുവാൻ കഴിയൂ. അങ്ങനെ ദൈവത്തെ ദർശിക്കുമ്പോഴാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്നുള്ള ബോധ്യം എനിക്ക് വരുന്നത്.
അത് യെശയ്യാ പ്രവാചകനുണ്ടായത് ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യമാണ്. അതിന്റെ 7-ാം വാക്യം, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന് അവിടെ ദൈവദൂതൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വയത്തെ കണ്ടെത്തുവാൻ ആരാധനയിലൂടെ ആരെല്ലാം ശ്രമിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ ഒരു അനുഭവം, പാപങ്ങളുടെ മോചനം, ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ് പാപസ്വീകാര്യ പ്രാർത്ഥനയും പാപബോധ പ്രാർത്ഥനയും, അതേപോലെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന പ്രാർത്ഥനയും. ഈ പ്രാർത്ഥനകളിലേക്ക് നമ്മിൽ പലരും ദൈവാലയത്തിന് പുറത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന അനുഭവങ്ങളാണ്. ആരാധന മറ്റുള്ളവരെ നോക്കുവാനോ മറ്റുള്ളവരെ വിധിക്കുവാനോ ഉള്ളതല്ല, സ്വയം കണ്ടെത്തുവാനും തിരുത്തുവാനുമുള്ള ഒരു ഇടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തിരുത്തലുകളില്ലാതെ പോയാൽ നമ്മുടെ ഭൂമി അത് പാപത്തിന്റെ ശ്മശാന ഭൂമിയായി അധപതിക്കും. എന്നാൽ തിരുത്തപ്പെടേണ്ടത് തിരുത്തിയാൽ നമ്മുടെ ആരാധനകളിൽ ദൈവത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഇടമായിരിക്കണം ആരാധന ഇടങ്ങൾ. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമായിരിക്കുന്നു. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇന്ന് പലപ്പോഴും പലരും വീണതിന് കാരണം നാം നിൽക്കുന്നതിൻ്റെ കാരണമായി ഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ ആരാധന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നാം പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അടിയൻ ഇതാ, അടിയനെ അയക്കേണമേ. ആരാധനയിലൂടെ ദൈവത്തെ ദർശിച്ചപ്പോൾ തൻ്റെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം അവനിലുണ്ടായി. അത് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവന് പാപപരിഹാരം നൽകി. ആ പാപപരിഹാരത്തിൽ നിന്നുകൊണ്ട് അവൻ ഒരു തീരുമാനമെടുക്കുകയാണ്, അടിയൻ ഇതാ, അടിയനെ അയക്കേണമേ. ആരാധനയിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും ആരാധനകളിൽ ഇന്നത്തെ ആരാധന കൊള്ളാം അല്ലെങ്കിൽ മോശം, ഇന്നത്തെ പ്രസംഗം അച്ഛൻ എന്തോ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് വിലയിരുത്തുവാനല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന തിരുത്തലുകളുടെ ഇടമായിരിക്കണം. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കണം. ഓരോ ആരാധനകളിലൂടെയും നാം ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ തിരുത്തുമ്പോഴാണ് പുതിയ തീരുമാനങ്ങളിലേക്കും ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ഉള്ളവർക്ക് ആത്മീയമായി വളരുവാൻ കഴിയും. അങ്ങനെ വളരുന്നവർക്ക് നിൽക്കുവാൻ കഴിയും. അങ്ങനെ വളരാത്തവരാണ് വീണു പോകുന്നത്, എഴുന്നേൽക്കുവാൻ കഴിയാതെ അധപതിച്ചു പോകുന്നത്. അപ്പോൾ ദൈവമഹത്വം ദർശിച്ചവർക്ക് അപരന്റെ വേദനയിൽ പങ്കുചേരുവാനും വീണുകിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുവാനും കഴിയൂ എന്നാകുന്നു ആരാധനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആരാധനകളെ കേവലം അധരജൽപ്പനങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ ആയി കാണാതെ ഹൃദയംഗമായി ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് രൂപം കൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവമായി മാറ്റപ്പെടണം. അവിടെയാണ് ആരാധന ഫലകരമായി തീരുന്നത്. രണ്ടാമത്തെ ചിന്ത, ശാരീരിക ദാഹം ആത്മീക ദാഹം തീർക്കുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നയിക്കുന്നു. ഇന്ന് മനുഷ്യന് പല വിധത്തിലുള്ള ദാഹങ്ങളുണ്ട്. ഇന്ന് നാം ദാഹിച്ചാണ് ജീവിക്കുന്നത്. അനേക ദാഹങ്ങൾ ഇന്ന് മനുഷ്യ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായ ദാഹം, ജഡത്തിൻ്റെ ദാഹം, ധനം സമ്പാദിക്കുവാനുള്ള ദാഹം, ഈ ലോകത്ത് ഒന്നാമനാകുവാനുള്ള ദാഹം, മറ്റുള്ളവരെ ചവിട്ടി താഴെയിടുവാനുള്ള ദാഹം. ഇങ്ങനെയുള്ള ദാഹങ്ങളുടെ മധ്യത്തിൽ ഇവിടെ നമ്മുടെ ചിന്തയെ ഈ ആരാധനയിലേക്ക് നമുക്കൊന്ന് നയിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും ശമരിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണമാണ് നാം അവിടെ കാണുന്നത്. യേശുവും ശമരിയക്കാരി സ്ത്രീയും.
ദാഹജലത്തിനായുള്ള യേശുവിൻ്റെ അഭ്യർത്ഥനയോടുകൂടെ ആരംഭിക്കുന്ന സംഭാഷണം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് ആ വ്യക്തിയെ നയിക്കപ്പെടുന്നു. അതിനുമപ്പുറമായി യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ മഹത്വത്തെയും കുറിച്ചുള്ളതായ പുതിയ അവലോകനത്തിൽ അവർ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തികച്ചും ശാരീരികമായ ദാഹത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്കുള്ള ദാഹത്തിലേക്ക് ആ ചർച്ച പുരോഗമിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും കുറിച്ചുള്ളതായ ഒരു ബോധ്യത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഇവിടെ ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ഒരു പ്രയാണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആരാധനകൾ ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കപ്പെടുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടണം. ഇന്ന് പലപ്പോഴും ഭൗതിക സമൃദ്ധികൾക്ക് വേണ്ടി ആരാധനകളെ കൂട്ടുപിടിക്കുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ ഭൗതികതയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ആരാധന. ഇന്ന് ഭൗതിക ദാഹം തീർക്കുവാൻ അനേക ആരാധന കേന്ദ്രങ്ങളുണ്ട്, അഭിനവ ശുശ്രൂഷകളുണ്ട്. അവിടേക്ക് ഓടിക്കൂടുന്ന ജനം നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആരാധനയിലൂടെ ആത്മീയ ദാഹം തീർക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും മഹത്വത്തെയും ദർശിക്കുവാനുള്ള ഒരു ആത്മീയ അനുഭവമായി മാറ്റപ്പെടുമ്പോഴാണ് നാം ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്ക് വളരുന്നത്. ഇന്ന് പലപ്പോഴും ഭൗതികതയിൽ നിന്നും വീണ്ടും ഭൗതികതയിലേക്ക് നയിക്കുന്ന ആത്മീയ ആരാധന കേന്ദ്രങ്ങൾ തഴച്ചു വളരുന്നു. അവരുടെ പിന്നാലെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ അനേകർ ഇന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ സഭയിലെ അനേക കുടുംബങ്ങളും അത്തരത്തിലുള്ള യാത്രയിലാണ് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം, ആരാധനകൾ ശാരീരിക ദാഹം തീർക്കുന്നതിനുമപ്പുറം നമ്മുടെ ആത്മീയ ദാഹം തീർക്കുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് വളരപ്പെടണം. അപ്പോൾ സകലവും അറിയാവുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് നാം ആരാധിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കിവിടെ ഉണ്ടാകണം. ഇവിടെ ശമരിയ സ്ത്രീയുടെ ഭൂതകാലത്തെ യേശു വെളിപ്പെടുത്തുകയാണ്. ശമരിയ സ്ത്രീ അവരുടെ ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും, ഇതുവരെയും ആരും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും യേശു അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആരാധനയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒന്നാമത് ബോധ്യം വരുന്നത് അവനെക്കുറിച്ച് തന്നെയാണ്. പലപ്പോഴും ഇന്ന് നമ്മെക്കുറിച്ച് ഏതൊരു ബോധ്യവും നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ശമരിയ സ്ത്രീ അവളുടെ ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ യേശു വെളിപ്പെടുത്തി. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നയിക്കണമെങ്കിൽ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ചില പാപങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളുണ്ട്, ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ചില പാപങ്ങളുണ്ട്. അവയെ ഉപേക്ഷിക്കുന്നുവെങ്കിലേ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നാം പാഠമായി വായിച്ച 139 സങ്കീർത്തനം ദാവീദ് പറയുന്നു, ദൈവമേ, അങ്ങയുടെ കണ്ണ് മറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം അവിടുന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കണ്ണ് എന്നെ പിന്തുടരുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ മറന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുമോ? അതിൻ്റെ 17 വാക്യം, അത് യോഹന്നാൻ 4:17. അവിടെ പറയുന്നു, അവിടെ ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് ശമരിയ സ്ത്രീ പറയുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം യേശു അവളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നീ പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ അതും നിന്റെ ഭർത്താവല്ല. പ്രിയമുള്ളവരെ, ഇതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി കർത്താവായ യേശുവിനെ ദർശിക്കുന്നുവെങ്കിൽ
നിന്റെ ജീവിതത്തിന്റെ ഒരു നേർചിത്രം യേശു നിന്റെ മുമ്പിൽ വരച്ചു കാണിക്കും. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഇന്ന് ഭൗതികതയിൽ നിന്ന് തുടങ്ങി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ദാഹം തീർക്കുന്ന ആരാധനകൾ നമുക്കറിയാം. എന്നാൽ യേശു ഇവിടെ പഠിപ്പിക്കുന്ന ആരാധന, അത് തികച്ചും ഭൗതിക ദാഹത്തിലൂടെ യേശു സഞ്ചരിച്ചു. ആത്മീയ ദാഹത്തിലേക്ക് എത്തിച്ചേരുകയാണ്. യേശു പറയുന്നു, ഞാൻ നിനക്ക് ജീവജലം നൽകാം. ജീവജലം സമൃദ്ധിയായി ഭക്ഷിക്കുന്ന ഇടമാണ് ആരാധന. അതിനെ തുടർന്ന് യേശു പറയുകയാണ്, അത് നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ നിന്നെ സ്വയം കണ്ടെത്തുവാനുള്ള ഒരു അനുഭവം. അപ്പോൾ പാപത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നവർക്ക് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന അനുഭവിക്കുവാൻ കഴിയുന്നതല്ല. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന സ്ഥലകാല പരിമിതികൾക്ക് അതീതമാണ്. പ്രിയമുള്ളവരെ, നാം ഇത് മനസ്സിലാക്കണം. ഇന്ന് സ്ഥലം, വ്യക്തികൾ, അവരുടെ വാഗ്ദാനങ്ങൾ കണ്ട് ആരാധനകൾ മയങ്ങുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ യേശു പറയുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, യേശു അടുത്ത ആത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. 20-ാം വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ആരാധന ഇടത്തെക്കുറിച്ചുള്ള തർക്കം ഇവിടെ ആരംഭിക്കുകയാണ്. 24-ാം വാക്യത്തിൽ യേശു അതിന് ഉത്തരം പറയുന്നു, അത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇവിടെ നാം മനസ്സിലാക്കണം, സ്ത്രീയാണ് പറയുന്നത്, ഞങ്ങൾ ഈ മലയിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു. നിങ്ങൾ പറയുന്നു ഇവിടെയല്ല, യെരൂശലേമിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധനയിടത്തെ കുറിച്ചുള്ള തർക്കം. എന്തുകൊണ്ട് ഈ തർക്കം സംഭവിച്ചു? ഈ സ്ത്രീയുടെ വ്യക്തിപരമായ ജീവിതം യേശു വെളിപ്പെടുത്തുകയാണ്. ഈ സ്ത്രീ ആര്? ഇന്ന് വരെ ഈ സ്ത്രീ തന്നെ വെളിപ്പെടുത്തിയിരുന്ന അനുഭവം എന്താണ്? അപ്പോൾ ആരാധന ഇടങ്ങളെക്കാൾ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് കടന്നു വരണമെങ്കിൽ അത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നാം പ്രവേശിക്കണം. അതായത് ഉള്ളതിന് ഉള്ളതുപോലെ ഏറ്റുപറഞ്ഞു ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോഴാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഇവിടെ ഈ മലയിലോ ആ മലയിലോ ഇന്ന കേന്ദ്രത്തിലോ ഇന്ന വ്യക്തിയുടെ അടുത്തോ എന്നുള്ളതല്ല, എന്നെ കുറിച്ചുള്ളതായ ഒരു ബോധ്യമാണ് എനിക്ക് ആരാധന ഉണ്ടാകേണ്ടത്. ഈ ആരാധിക്കുവാനായി കടന്നു വരുന്ന എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. ശമരിയ സ്ത്രീ യേശുവിന്റെ സംഭാഷണത്തിലൂടെ അവൾക്ക് അവളെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായപ്പോൾ യഥാർത്ഥ ആരാധനയിലേക്ക് അവൾ മടങ്ങി വരികയാണ്. അത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ എന്നെ കുറിച്ചുള്ള എൻ്റെ ബോധ്യം, ശമരിയ സ്ത്രീക്ക് തന്നെ കുറിച്ചുള്ള ബോധ്യം ഇല്ലാതെ പോയപ്പോഴാണ് ആരാധന ഇടത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമുള്ള ബോധ്യമില്ലാതെ പോയത്. ഇന്ന് അനേകർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ്. തന്നെ കുറിച്ചുള്ള ഒരു ബോധ്യമില്ല. എവിടെ പോയാൽ രക്ഷ, എവിടെ പോയാൽ ശാരീരികമായ ദാഹം തീർക്കുവാനായിട്ട് കഴിയുമെന്നുള്ള ഓട്ടമാണ്. താൻ ആരാണ് എന്ന ബോധ്യം അവളെ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, ആരാധനയുടെ നവീകരണം ആരാധന സമൂഹം എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ആരാധനയുടെ നവീകരണം എന്ന് പറയുന്നത് അത് എന്നെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ആരാണ്? ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? നിന്റെ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം നിനക്ക് കാണണമെങ്കിൽ നീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരണം. ആരാധനയുടെ നവീകരണം ആരംഭിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, ഉപരിപ്ലവമായതല്ല. എന്നാൽ വാക്കുകളുടെ അമിത ഭാഷണം കൊണ്ടോ കാലാനുസൃതമായ പരിഷ്കാരം കൊണ്ടോ താളമേളങ്ങൾ കൊണ്ടോ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന രൂപപ്പെടുന്നില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിലും മനുഷ്യനും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധത്തിലുമാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന രൂപം കൊള്ളുന്നത്. യേശു പറഞ്ഞു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണാത്ത ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയും? അപ്പോൾ ആരാധന രൂപം കൊള്ളുന്നത്
ഞാൻ ആര് എന്നുള്ള ബോധ്യവും ഞാനും ദൈവവുമായുള്ള ബന്ധവും ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന രൂപം കൊള്ളുന്നത്. ആരാധനയിൽ നവ്യാനുഭവം തേടുന്ന മനുഷ്യൻ സ്വർഗീയ ദർശനവും ലോകത്തോടുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾക്കും ഒരു നവീകരണം ആവശ്യമായിരിക്കും. ഇന്ന് പലപ്പോഴും നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്നത് പോലും ലോകത്തോടുള്ള നമ്മുടെ ദാഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അതല്ല. ലോകത്തോടുള്ള ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടെ ആരാധനയിൽ നവ്യാനുഭവം നേടുന്ന മനുഷ്യൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ആരാധനയിലെ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.